മല്ലിയില, പുതിനയില, പച്ചമുളക്, കറിവേപ്പില, പൊട്ടാറ്റോസ്, ബീൻസ്, ക്യാരറ്റ്, ജിഞ്ചർ, അനിയൻ, ടൊമാറ്റോ ആൻഡ് ലെമൺ. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് കുക്കർ ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. സോ ഇതൊക്കെ ഞാനിന്ന് അരിഞ്ഞ് സെറ്റാക്കിയിട്ട് കാണാം. ഓക്കെ, ഫോർഗോട്ട് ടു ഷോ ദിസ് ഓൾസോ. ഞാൻ ഇഞ്ചിയും ഇവിടെ ഇഞ്ചി നന്നാക്കി വെച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ്, പക്ഷെ ഞാൻ വെളുത്തുള്ളി കാണിക്കാൻ മറന്നുപോയി, അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സവാള, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, വെളുത്തുള്ളി, ഇഞ്ചി, ഇനി ഇവിടെ നമുക്ക് പച്ചമുളകും ബീൻസും കൂടെ അരിയാനുണ്ട്, തക്കാളിയും കൂടെ. നമുക്ക് അതും കൂടെ അരിഞ്ഞിട്ട് വരാം. ബീൻസ് അരിയുമ്പോൾ നമ്മൾ ഇങ്ങനെ വേണം അരിയാൻ, കണ്ടോ? ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ കട്ടിങ്ങനെ എന്താ പറയുന്നത് എനിക്കറിയില്ല, ഇങ്ങനെ വേണം നമ്മൾ വെജിറ്റബിൾ ബിരിയാണി, പുലാവിനൊക്കെ അരിയാൻ കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ വെച്ചിരിക്കുന്ന കറിവേപ്പിലയും മല്ലിയില, പുതിനയില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. ബാക്കി നമ്മൾക്ക് വേണ്ടത് സവാള, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, തക്കാളി, ബീൻസ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുതിനയില, മല്ലിയില, ലൈം. ഓക്കെ, കറിവേപ്പില ഇടാണ്, പുതിനയിലയും മല്ലിയിലയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. ജസ്റ്റ് ഒന്ന് ക്രഞ്ച് ചെയ്തെടുത്താൽ മതി, ക്രിക്ക് അത്ര മതി കേട്ടോ. ഓക്കെ, ഇച്ചിരി ഉപ്പും കൂടെ അതിലിട്ടിട്ടുണ്ട് കേട്ടോ, ഇച്ചിരി ഉപ്പിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ചതച്ചൊന്ന് നിർത്തിട്ടുണ്ട്, ഒരു ഇത്തിരി അരവ് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചതയ്ക്കണ്ട, പക്ഷേ സ്റ്റിൽ അതിൽ പച്ചമുളക് അറിഞ്ഞിട്ടുമില്ല, അതിൻ്റെ മിക്സഡ് ഇഷ്യൂ ആണ്. ഓക്കെ, നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യാണ്, ആശീർവാദിൻ്റെ നെയ്യ് കേട്ടോ. മിക്സ് നന്നായി കുക്കർ ഇതാക്കാം. കുക്കറിൽ ചെറിയ കറുപ്പകളുണ്ട്, നിങ്ങൾ കാര്യമാക്കണ്ട. കുക്കറിൻ്റെ അടിയിൽ അതായത് ക്ലീൻ കുക്കറാണ് കേട്ടോ. അപ്പം നമ്മളതൊന്ന് മിക്സ് ചെയ്തു. പട്ട, ഗ്രാമ്പ് എല്ലാം വേണം, നമ്മുടെ വീട്ടിൽ ഇത് മാത്രമേ ഉള്ളൂ, അപ്പോൾ ഉള്ളത് മാത്രം ഞാൻ ഇടാണേ. ഓക്കെ, കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഓക്കെ, ഇനി അതിലോട്ട് നമുക്ക് ഈ ചതച്ച ഐറ്റംസ് ഇടാം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊന്ന് പച്ചമണം പോകുമ്പോൾ നമുക്ക് സവാള ആഡ് ചെയ്യാം. ഓക്കെ, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യാം. നന്നായിട്ട് പച്ചമണം മാറി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് സവാള ആഡ് ചെയ്യാം. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. ഓക്കെ, സവാള വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു നന്നായിട്ട് സവാള വാടി വന്നിട്ട്, അപ്പോൾ നമുക്കിനി അതിലോട്ട് ഒരു തക്കാളിയാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ തൈര് ഒഴിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. തക്കാളി ഇട്ടിട്ട് പുളി കുറവാണെങ്കിൽ മാത്രം നമുക്കിത് തൈര് ഒഴിക്കാം. നമ്മൾ ഇളനാടിൻ്റെ പുളിയില്ലാത്ത തൈര്, പുളിയില്ലാത്തതാണ്, ഒരു 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് വഴന്ന് വരണം കേട്ടോ തക്കാളി. ആ തക്കാളി ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് തക്കാളി വെന്തിട്ടുണ്ട്. നമ്മളിനി മല്ലിപ്പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി 2 സ്പൂൺ ഇട്ടാൽ മതി. നമ്മൾ പച്ചമുളകൊക്കെ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. ഒരു മുളക് പൊടി 2.5-3 സ്പൂൺ ഇടാം. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി 1 സ്പൂൺ മതി കേട്ടോ.
ഇനി നമുക്ക് ഗരം മസാല ഇടാം. ഗരം മസാല നമുക്ക് ഈ ഒരു ചെറിയ സ്പൂൺ തന്നെ ഇടാം കേട്ടോ. ലാസ്റ്റ് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടണേ. അപ്പോൾ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇടാം. പൊടികളുടെ പച്ചക്കുത്ത് മാറുന്ന വരെ നന്നായിട്ട് നടക്കിയതിന് ശേഷം നമുക്ക് ഈ ക്യാരറ്റും ഉരുളൻകിഴങ്ങും ബീൻസും ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് നമ്മളുടെ പൊടികളൊക്കെ ഒന്ന് പച്ചമണം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, ബീൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളെല്ലാം ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തു. ഉരുളൻകിഴങ്ങൊന്നും വെന്തിട്ടുണ്ടാവില്ല എന്തായാലും. അത് നമ്മൾ ആ റൈസ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു വിസിലടിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി റൈസ് ഇടാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് റേഷൻ്റെ അരിയാണ്. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കണേ. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന് വെച്ചിട്ടാവുമ്പോൾ 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരി ഇട്ട് ഇനി അരി ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് വേണം വെള്ളം ഒഴിക്കാൻ കേട്ടോ. ഓക്കെ, പിന്നെ നന്നായിട്ട് അരി ഇപ്പോൾ തന്നെ എനിക്ക് ബിരിയാണി ലുക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, അരി ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഇതിലോട്ട് നമ്മൾ സാധാരണ പച്ചവെള്ളമാണ്. 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ്, അതായത് 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ഞാൻ ആരോഗ്യമായി അപ്പോൾ 4.5 നമ്മൾ വെള്ളം. ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു ഫുൾ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കും കൂടെ വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഉപ്പ് പാകത്തിന് ഇട്ടു. ഉപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നാരങ്ങ ഫുള്ള് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം മുന്നിൽ നിൽക്കേണ്ട എല്ലാം നന്നായി മിക്സ് ചെയ്ത് ഉപ്പും ചെറുനാരങ്ങയൊക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം ഇനി അടച്ചു വെച്ചൊരു 2 വിസിൽ. ഓക്കെ, ഞാനിപ്പോൾ 2 വിസിലടിച്ചു. 2 വിസിൽ കുക്കർ അടിച്ചതിന് ശേഷം എൻ്റെ ക്ഷമ പോയിട്ട് കുറച്ച് വിസിൽ കളഞ്ഞിട്ട് എടുക്കുന്നതാണ്. ലെറ്റ്സ് സീ. വാവ് വാവ്, എനിക്ക് തോന്നുന്നത് വെന്തിട്ടുണ്ടെന്ന് തന്നെയാണ്. ജസ്റ്റ് ലെറ്റ് മീ ചെക്ക്. ഓക്കെ, പറയാൻ മറന്നുപോയി, നമ്മൾക്കിനി ഒരു ഡെക്കറേഷൻ കൂടി ഉണ്ട്. അതും കൂടെ ചെയ്ത് വെച്ചിട്ട് കുക്കർ അടച്ച് വെക്കുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയില, ദെൻ പുതിനയില, പുതിനയില, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും വറവിടണമെങ്കിൽ നിങ്ങൾക്ക് വറവിടാം. കാഷ്യൂ, ബദാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അതൊന്നും ഇല്ല, അതുപോലെ അതൊന്നും ഇടുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഇടാണ്. ഓക്കെ, ബൈ. അപ്പോൾ നമ്മളൊരു അച്ചാറും നമ്മുടെ കുക്കർ ബിരിയാണി വിത്ത് സാലഡാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ലവ് യു ഓൾ. ബൈ.